വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റതിന്റെ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി യുവാവ്. പത്തനംതിട്ട ഗുരുനാഥൻ മണ്ണ് സ്വദേശി സുരേഷിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടത്. സെപ്റ്റംബറിലാണ് സുരേഷിനെ കാട്ടുപന്നി ആക്രമിക്കുന്നത്. അപകടത്തിൽ വലതു തോളിന് സമീപവും കൈമുട്ടിന് താഴെയും സാരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് വനംവകുപ്പിൽ നിന്നും 5000 രൂപ അടിയന്തരമായി ലഭിച്ചു. പക്ഷേ വന്യജീവി ആക്രമണ നിയമപ്രകാരം ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഇതുവരെയും ലഭ്യമായിട്ടില്ല. അമ്മയും വിദ്യാർത്ഥിയായ മകനും മാത്രമുള്ള സുരേഷ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തിയായിരുന്നു. ചികിത്സാ ആവശ്യത്തിനായി ഈ പദ്ധതി ഉപയോഗിച്ചത് മൂലം ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ലെന്നും ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാതെ നഷ്ടപരിഹാര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും ഇദ്ദേഹം പറയുന്നു. അന്ന് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർ അടിയന്തര സഹായമാണ് നമ്മൾ 5000 രൂപ അന്നേരം അവർ അക്കൗണ്ടിലിട്ട് തന്നു. പിന്നെ ഒരു പൈസയും തന്നിട്ടില്ല. പിന്നെ പറയുന്ന അക്ഷയ വഴി ഇതിൻ്റെ അവരുടെ ഒരു സൈറ്റുണ്ട്, അവിടെ ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഈ നമ്മുടെ ചികിത്സിച്ച ഇതെല്ലാം കൂടെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരത്തില്ല. ഡോക്ടർ പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് തന്നതുകൊണ്ട് വേറൊരു സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തിന് നമ്മൾ അർഹനല്ലെന്നാണ് പറയുന്നത്. വീടിന് മുറ്റത്ത് വെച്ചായിരുന്നു വന്യജീവി ആക്രമിച്ചത്. മലയിറങ്ങി വന്ന പന്നി സുരേഷിനു നേരെ പാഞ്ഞെടുക്കുകയും ദേഹത്ത് കുത്തി മുറിവേൽപ്പിക്കുകയുമായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ച സുരേഷിന്റെ കൈകളും കടിച്ചു പരിക്കേൽപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അപകടത്തിൽ സുരേഷിന്റെ വലത് കൈമുട്ടിന് താഴെയുള്ള ഞരമ്പുകൾക്ക് ക്ഷതമേറ്റതോടെയാണ് 2 വിരലുകളുടെ ചലനശേഷി നഷ്ടമായത്. ജീവിതമാർഗമായ കൂലിപ്പണി ഇതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു. കായികാധ്വാനം കുറവുള്ള കൃഷിപ്പണികളിൽ ഏർപ്പെട്ടാണ് നിലവിൽ ഇയാൾ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. സാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ അർഹമായ നഷ്ടപരിഹാര തുക നൽകണമെന്നാണ് സുരേഷിന്റെ അഭ്യർത്ഥന. ന്യൂസ് മലയാളം, പത്തനംതിട്ട.